അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി GR അനിലും മൃതദേഹം ഏറ്റുവാങ്ങും. രാഹുൽ ജി നാഥ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചോ? ഔദ്യോഗിക ബഹുമതികളോടെ ഏറ്റുവാങ്ങിയോ? എന്താണ് വിശദവിവരങ്ങൾ? മോട്ടി അല്പസമയം മുമ്പ് മൃതദേഹം ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 6:50 എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അല്പം വൈകി. ഇപ്പോൾ എന്തായാലും അല്പസമയം മുൻപ് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങും. വി ശിവൻകുട്ടിക്കൊപ്പം മന്ത്രി GR അനിലുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മറ്റ് നേതാക്കൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരെല്ലാവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ട്. ഒപ്പം ബന്ധുക്കളുമുണ്ട്. രഞ്ജിതയുടെ മൃതദേഹം എത്തുന്നറിഞ്ഞ് ആദരവറിയിക്കാൻ എത്തിയ ആളുകളും വിമാനത്താവളത്തിലുണ്ട്. എന്നാലും ഇപ്പോൾ ആദരവറിയിക്കുകയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ആദരവറിയിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. മറ്റ് നേതാക്കളും ഇവിടെയുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ അല്പസമയം മൃതദേഹം വെച്ചതിന് ശേഷം പിന്നീട് റോഡ് മാർഗമാകും പത്തനംതിട്ടയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. പത്തനംതിട്ടയിൽ രഞ്ജിത പഠിച്ച പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ 11 മണിയോടെ പൊതുദർശനമുണ്ടാകും. ഇവിടുന്ന് മൃതദേഹത്തിനൊപ്പം സഹോദരൻ രതീഷും ബന്ധുവും മൃതദേഹത്തിനൊപ്പം പോകും. വൈകിട്ട് 4 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും 11 ദിവസങ്ങൾക്ക് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു. എന്നാൽ ഇങ്ങനൊരു മടക്കം ഉറ്റവരോ ബന്ധുക്കളോ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും 11 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം തിരിച്ചറിയാൻ സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായിരുന്നു. DNA പരിശോധനയിലൂടെയാണ് ഒടുവിൽ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്തായാലും അല്പസമയം മുൻപാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് സംസ്ഥാന സർക്കാർ. രാഹുൽ, മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അല്പസമയങ്ങളിൽ ആംബുലൻസിൽ റോഡ് മാർഗം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും 11 ദിവസങ്ങൾക്ക് ശേഷം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11 ദിവസങ്ങൾക്ക് ശേഷമാണ് രഞ്ജിത മടങ്ങി നാട്ടിലേക്ക് മൃതദേഹം എത്തുന്നത്. എന്തായാലും ഇതുപോലൊരു മടക്കം രഞ്ജിതയും പ്രതീക്ഷിച്ചിരുന്നു. കാരണം നമുക്കറിയാം, വിദേശത്ത് പോകുമ്പോൾ ഇത്തരത്തിൽ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയായിരുന്നു. ബാക്കിയായൊരു മോഹം, ഒരാഗ്രഹം നാട്ടിൽ ബാക്കിയുണ്ട്. വീടെന്ന മോഹമാണ്. അവിടെ ഈ ജൂൺ മാസം തന്നെ മക്കളുമായി അമ്മയുമായി ആ വീട്ടിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹം ബാക്കി വെച്ചിരുന്നു. ആ കഥകളും മക്കൾ 2 പേർ, ഇതികയും ഇന്ദുചൂടനും, അവരെയൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെല്ലാം അമ്മ തിരിച്ചെത്തുമ്പോൾ ആ പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിലെല്ലാം ആ കാത്തിരിപ്പിൽ അവർ തുടരുകയാണ്. കാരണം ഇത്തരത്തിൽ അമ്മ മടങ്ങി വരുമ്പോൾ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് തോന്നുന്നു, രാഹുൽ? അതെ, മൃതദേഹം കൊണ്ടുപോവുകയാണ്. ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിന്ന് നേരെ പത്തനംതിട്ടയിലേക്കാകും ആംബുലൻസ് പോവുക. റോഡ് മാർഗമാണ് പത്തനംതിട്ടയിലേക്ക് പോവുക. നേരെ ഇവിടെ നിന്ന് പുല്ലാട് സ്കൂളിലേക്ക്, ശ്രീ വിവേകാനന്ദ പുല്ലാട് സ്കൂളിലേക്ക്, രഞ്ജിത പഠിച്ച സ്കൂളിലേക്കാണ് ആദ്യം കൊണ്ടുപോകാൻ പൊതുദർശനമുണ്ടാകും. നാട്ടുകാരും ചിരിച്ചല്ലാതെ ആരും കണ്ടിട്ടില്ല എന്ന് പഠിപ്പിച്ച അധ്യാപകർ, പുല്ലാട് സ്കൂളിലെ അധ്യാപകരും മാതൃഭൂമി ന്യൂസിനോടന്ന് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഏത് സമയവും ചിരിച്ച് മാത്രം കാണുന്ന ഒരാൾ, ആ മുഖഭാവങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചതൊക്കെ മനസ്സിലേക്ക് വരുന്നു എന്നൊക്കെ അധ്യാപകർ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിമനോഹരമായ ചിരിയോടെയുള്ളൊരു ചിത്രമാണ് ഭൗതിക ദേഹം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടിയിൽ പതിപ്പിച്ചിട്ടുള്ളത്. ഏറെ സങ്കടമുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ്. വളരെ പ്രതീക്ഷയോടെ, ഈ ചിരിയോടെ തന്നെയാണ് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയത്. ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്നു എന്നത്. ഒപ്പം ഏറ്റവും പ്രിയപ്പെട്ട മക്കളെയും അമ്മയും ഒക്കെ അനാഥരാക്കേണ്ടിയും വന്നു. അവരെങ്ങനെയാണ് ഇതിനോടൊക്കെ മാനസികമായി യോജിക്കുക, തയ്യാറെടുക്കുക, ഇത് ഉൾക്കൊള്ളാൻ എന്നതും ഏറെ ആശങ്കാജനകമാണ്. മക്കൾ എത്രയോ ദിവസം ഈ വിയോഗത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഉറച്ചു വിശ്വസിച്ചിരുന്നു അമ്മ തിരികെ വരുമെന്നത്. അത് കരഞ്ഞുകൊണ്ട് മകൾ പറയുകയും ചെയ്ത ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ നോവായിരുന്നു. ഇതാ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ച് ഇപ്പോൾ ആംബുലൻസിൽ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. റോഡ് മാർഗമാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച്
നിരവധി പേർ എത്തിയിരുന്നു. മന്ത്രിമാർ ജി ആർ അനിൽ, മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങിയവരൊക്കെ എത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചും സംഘടനകളെ പ്രതിനിധീകരിച്ചും നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ, മൃതദേഹം ആദരവുകളോടെ ഏറ്റുവാങ്ങാനും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇപ്പോഴിതാ ഇനി നാട്ടിലേക്കുള്ള യാത്രയാണ്. ആംബുലൻസിൽ നാട്ടിലേക്കുള്ള യാത്ര തിരിക്കുകയാണ് രഞ്ജിത ജി നായർ. രാഹുൽ ജി നാഥ് തുടരുന്നുണ്ട്. രാഹുൽ, ഇനി ഇതൊരു അവസാന യാത്രയാണ് രഞ്ജിതയ്ക്ക്. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഉള്ളുലഞ്ഞ് എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയും സങ്കടവുമായി അവശേഷിക്കുന്നത്. മോത്തി നേരത്തെ സൂചിപ്പിച്ച പൂർത്തിയാകാനുള്ള ആഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ തന്നെയാകും ഈ മനുഷ്യരുടെ കണ്ണുകൾ നിറയുക. ഒപ്പം ആ സാന്നിധ്യം അമ്മയെ സംബന്ധിച്ച്, അമ്മയ്ക്ക് ക്യാൻസർ രോഗമുണ്ട്, താങ്ങാൻ നിന്നത് മകളാണ്, പ്രതീക്ഷ നൽകിയത് മകളാണ്, പുതിയ വീട്ടിലേക്ക് പോകാം, പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താമെന്ന് ഉറപ്പ് കൊടുത്തത് മകളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സ്നേഹ സാന്നിധ്യമില്ലാതാകുന്നു. ഒപ്പം ബാക്കി വെച്ച ആഗ്രഹങ്ങൾ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ കടന്നു വരിക എന്ന് പറയുന്നത് പ്രയാസമാണ്. എങ്കിൽ പോലും ചുറ്റുമുള്ള മനുഷ്യരുടെ തുണയിൽ അത് കടന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ മോദി സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഈ ആംബുലൻസിന് പുറത്തൊട്ടിച്ചിരിക്കുന്ന ചിത്രത്തിൽ പോലും രജിതയുടെ ചിരിക്കുന്ന മുഖമാണ്. ഈ അപകടമുണ്ടായി അതിലൊരു മലയാളി ഉണ്ടെന്ന വേദന മലയാളിയെ തിരിച്ചറിഞ്ഞപ്പോൾ, അതാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പുറത്തു വന്ന ചിത്രങ്ങളിലെല്ലാം രജിത അത്രമാത്രം സന്തോഷവതിയായിരുന്നു. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോകൾ മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതായത് ജീവിതം എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ബോധ്യം കൃത്യമായി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പുതിയ ജോലികൾ നാടിന് പുറത്ത് കണ്ടുപിടിച്ച് നാടിന് പുറത്തേക്ക് പോകാൻ തയ്യാറാകുമ്പോഴൊക്കെ ഇപ്പോൾ ആംബുലൻസ് മടങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് ആംബുലൻസ് മടങ്ങുകയാണ്. ഈ ഏറ്റവും ഒടുവിലത്തെ യാത്രയിലാണ് രജിത ഇപ്പോൾ ഉള്ളത്. രജിതയ്ക്കൊപ്പം ബന്ധുക്കളുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു മടക്കം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിങ്ങനെയല്ലായിരുന്നു. പുതിയ വീട്ടിലേക്ക് മക്കളുമായി മാറാൻ, അമ്മയുമൊത്തു മാറാൻ ആഗ്രഹിച്ച രജിത ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി പത്തനംതിട്ടയിലെ സ്വവസതിയിലേക്ക് യാത്ര പോവുകയാണ്. അന്ത്യയാത്രയാണ് പത്തനംതിട്ടയിൽ. ഈ പറയുന്ന നല്ല ഓർമ്മകളുമായി കുറേ മനുഷ്യർ കാത്തിരിപ്പുണ്ട്. അവരുടെ അടുത്തേക്ക് ഏറ്റവും ഒടുവിലായി രജിത യാത്ര തിരിക്കുകയാണ്.